ഇന്നത്തെ ദിവസം സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കി വരാം. ഇന്ന് ഇത് സംഭവിക്കും. പാതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സംഭവത്തിൽ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് പോലീസ് അപേക്ഷ നൽകും. അനന്തകൃഷ്ണനെതിരെ പുതിയ പരാതികൾ ഉയരുന്നുണ്ട്. അതിനിടെ അനന്തുവിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പേര് ഉയർന്നു കേട്ട ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. CSR ഫണ്ട് തട്ടിപ്പിൽ അനന്തകൃഷ്ണനെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകുന്നത് സംബന്ധിച്ച് ശുപാർശയും ഇന്ന് കൈമാറും. ADGP മനോജ് എബ്രഹാം ശുപാർശ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഇന്ന് ഹൈക്കോടതി സർക്കാരിന്റെ വാദം കേൾക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് പരിഗണിക്കുന്നത്. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം തുടരുന്നു. ലോഡ്ജ് ഉടമ ദേവദാസനുമായി ഇന്നും തെളിവെടുപ്പിന് സാധ്യത. അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായിട്ടില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. കേരള സർവകലാശാല ആസ്ഥാനത്തെ SFIയുടെ പ്രതിഷേധം ഇന്നും തുടരും. SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇന്നും മാർച്ച് നടത്തും. ഇന്നലെ സംഘർഷത്തിനിടെ SFIയുടെ സമരപന്തൽ പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. VC മോഹൻ കുന്നുമ്മലിനെ മോഹൻ ഭഗവതിനോട് ഉപമിച്ച് SFI ബാനർ ഉയർത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. നാഗ്പൂരിൽ ഉച്ചയ്ക്ക് 1:30 പോരാട്ടം. T20 പരമ്പര നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇംഗ്ലണ്ട് ഏകദിനത്തിൽ തിരിച്ചടിക്കാനാണ് കോപ്പുകൂട്ടുന്നത്. രണ്ടാം പോരാട്ടം കട്ടക്കിലും മൂന്നാം പോരാട്ടം അഹമ്മദാബാദിലും നടക്കും.